വീര്യത്തിന്റെ ഗതകാല സ്മരണകൾ തനിക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഇന്നും തെളിയിക്കുന്നവൻ. അതെ, ഏറ്റെടുത്ത വേദികളിലെല്ലാം ഏറ്റവും മികച്ച ഗജപ്രൗഢി തന്നെ കാഴ്ചവെച്ച് ശീലിച്ച ആലപ്പുഴയുടെ സാഹിത്യത, ചരിത്രമുറങ്ങുന്ന പഴനി മുത്തപ്പന്റെ പെരുന്നാൾ കൂടുവാനിത JPC ജെറുസലേമിനോടൊപ്പം ചാലക്കുടി സജിയുടെ കൈയും പിടിച്ചു വരികയാണവൻ. ആരാധകരെ തന്റെ അഴകിനോട് ചേർത്ത് നിർത്തിയാണ് കേരളത്തിന്റെ അഭിമാന താരമായി മാറിയവൻ. കുറ്റിയാടിയുടെ വിരിമാറിൽ നിന്നും തെക്കും വടക്കും നിറയുന്ന യുവനിരയായി മാറിയ താരപ്രതാപി. എന്തുകൊണ്ടളക്കണമെന്ന് ശങ്കിച്ചവരെ ശങ്കയില്ലാതെ തന്റെ തലയെടുപ്പ് ഗാനമായി ശങ്കയില്ലാത്ത കാലം മതിയെന്ന് മലയാള മണ്ണിൽ തെളിയിച്ചവൻ. പൊൻപണം വെച്ച് പോരാട്ടത്തിന് ക്ഷണിച്ചാൽ നിലാവിന്റെ ഇന്ദ്രജാലം തീർത്ത് അക്കരമേൽ ബാബുലാലിനും സാരഥി മാർഗം വർണ്ണം സെലിബ്രേഷന്റെ നായകനായി വന്നു ചേരുവാൻ സ്വാഗതം, സുസ്വാഗതം. ഇതാ നാട്ടാന മലയാളത്തിന്റെ മുടിചൂടാമനായി മാതംഗ മലയാളം ഭരിച്ച സാക്ഷാൽ നാണുവെഴുത്തച്ഛൻ ശ്രീരാജൻ, നാണുവെഴുത്തച്ഛൻ ശങ്കരനാരായണനും സാരഥിമാർക്കും സ്വാഗതം, സുസ്വാഗതം. പുതുപ്പള്ളി സാധു മക്കളെ, വിജയമന്ത്രങ്ങൾ പതിവ് പോലെ കാതിലേതി കൊടുക്കുന്ന സാരഥി, മണിമല വിനുവിന്റെയും കൂട്ടിന് കൂട്ടായി കൂടെയുള്ള തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ബ്ലാക്ക് സ്റ്റാലിയൻസിന്റെ നായകൻ, അരികിട്ട് വാഴിച്ച നാടുവാടികൾക്കൊപ്പം അഴകിന്റെ സിംഹാസനത്തിൽ അക്ഷര നഗരി സ്ഥാനം നൽകിയ ധൂലപുത്രൻ, അങ്ങ് മഴക്കാടിന്റെ നടിത്തട്ടിൽ നിന്നും പാപ്പാലപ്പുറം ബച്ചായൻ കണ്ടെടുത്ത പുണ്യം, പുതുമകളുടെ കാലത്ത് പുതുപ്പള്ളിയിലേക്ക് വന്ന് പിൽക്കാലം തന്റെ പേരിൽ കുറിച്ചവൻ, പിറന്ന മണ്ണിൽ നിന്നും വന്ന് വളർന്ന മണ്ണിൽ വാവോളം ഉയർന്ന മാതംഗ പ്രമാണി, പിറന്ന കാടിന്റെ പ്രൗഢിയും വളർന്ന നാടിന്റെ വീര്യവും പോരാട്ട വീഥിയിൽ ഊർജ്ജമാക്കി ചരിത്രം കുറിച്ചവൻ. അതെ, പൂരപ്രകമ്പനം ആർത്തിരമ്പുന്ന തേക്കിൻ കാട്ടിലടക്കം ആരാധകരെ കോരിത്തെറിപ്പിക്കുന്ന സാധു, പാലക്കാടൻ നാടിന്റെ മടിത്തട്ടിൽ പലരും അടിയറവ് വയ്ക്കുന്ന പോരാട്ടങ്ങൾ വിജയത്താൽ അലങ്കരിച്ച സാധു, കയറി നിൽക്കുന്ന വേദിയുടെ അഭിമാനം കാത്ത് വിജയശ്രീ ലാളിതനായി മടങ്ങുന്ന ഒരു വീരതാരകം, ആരവങ്ങളെ താരാട്ടാക്കി മാറ്റിയ യുവതാരകം, യുവരാജ കേസരി ഒലയമ്പാടി ഗണപതി. അതെ, ഒന്നിനൊന്ന് മികച്ച ആനച്ചന്തങ്ങളെ മലബാറിന്റെ മണ്ണിന് സമ്മാനിച്ച ഒലയമ്പാടിയുടെ പുതുതാരോദയം തെക്ക് പാലക്കാട്ടറിയുടെ മണ്ണിൽ നിന്നും വടക്കിന്റെ തട്ടകത്തിലേക്ക് ആഘോഷം പെരുമ കളിക്കായി ചേർത്ത് വെച്ചവൻ, വടക്കും നാഥന്റെ മണ്ണിലടക്കം തന്റെ യുവത്വം കൊണ്ട് ചരിത്രം കുറിക്കുന്നവൻ, ശോഭനമായുള്ള ഭാവി കാലത്തെ വരവേൽക്കുവാൻ നാട്ടുരാജാവ്, ഒരേ ഒരു നാട്ടുരാജാവ്, സാക്ഷാൽ നവലോക സുന്ദര ഛത്രാധിപതി ഗജരാജ ലക്ഷണ പെരുമാൾ കതിർ വില്ലഴകൻ പാമ്പാടി രാജൻ. വരികയാണ് മക്കളെ, ഇഴപിരിയ ചങ്ങാതിമാരായ സാരഥിമാർ, കാച്ചാം കുരിശി സതീഷിന്റെയും കൊല്ലംകോട് മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ആന കേരളത്തിന്റെ വീരപ്രജാപതി വരികയാണ് മക്കളെ. 15 വർഷത്തെ വരവിലും നവരത്നയുടെ മാത്രം നായകനായ നവലോക സുന്ദര ഛത്രാധിപതി വരികയാണ് മക്കളെ. കോടനാടിന്റെ കാനന സീമയിൽ നിന്നും കോടി കോടി സൂര്യപ്രഭയോടെ ഉദയം കൊണ്ട കതിർവില്ലഴകൻ വരികയാണ്. പേരെടുത്ത പാമ്പാടിയിൽ നിന്നും നേരിടുന്ന നായകത്വത്തിന്റെ പെരുമാളായി മാറിയവൻ, പട്ടങ്ങൾ കൊണ്ട് പട്ടാഭിഷേകം ചൂടിയപ്പോൾ കാലം വിശ്വവീര സുന്ദരനെന്ന് കാതിൽ വിളിച്ചവൻ. അതെ, ഇവനാണ് മക്കളെ ഗജരാജ പ്രജാപതി, ഇവനാണ് മക്കളെ ഗജേന്ദ്ര കർണൻ, ഇവൻ മാത്രം ഗജകുല മാർത്താണ്ഡൻ, ഇവനല്ലാതെ ഇല്ല നവരത്നയ്ക്ക് നായകൻ, ഒരേ ഒരു നായകൻ, സാക്ഷാൽ ഗജരാജ ഗന്ധർവൻ പാമ്പാടി
നവരത്നയുടെ വരവിന് പ്രൗഢി പകർന്നുകൊണ്ട് ഇത്തവണയും ഈ ഗന്ധർവൻ അക്ഷരനഗരിയുടെ അംഗക്കളരിയിൽ നിന്നും ആന കേരളത്തിന്റെ കൊടുമുടിയേറി ചരിത്രം കുറിച്ച ഗന്ധർവൻ, മാതംഗ മലയാളത്തിന്റെ നെറുകയിൽ കാലുകുത്തുവാൻ മണ്ണിലിറങ്ങി വന്ന ഗന്ധർവൻ, നാട്ടാന പർവ്വത്തിന്റെ നായകത്വത്തിനായി നാടു നീക്കിവച്ച സിംഹാസനം പാടെ അലങ്കരിക്കുന്ന ഗന്ധർവൻ, നായകനായി മാത്രം അരങ്ങിൽ വന്ന ആരാധകരെ കോരിത്തരിപ്പിക്കുന്ന ഒരേ ഒരു ഗന്ധർവൻ. അതെ, വീര കൈരളിയുടെ പൂരങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വീരവിറവി കൊണ്ട് ഗജരാജ ഗന്ധർവനിതാ വരികയാണ്. ഈ നാടിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതി പഴഞ്ഞിയുടെ സായന്തനം ഒരുങ്ങി നിൽക്കുമ്പോൾ ചരിത്രം കുറിക്കുവാൻ വീണ്ടും നവരത്നയുടെ കൂടെ വരികയാണവൻ. പഴഞ്ഞിയിലെ പതിവുകാരൻ, പ്രൗഢിയുടെ സൈന്യാധിപൻ, നവലോക സുന്ദര ചത്രാധിപതി, സാക്ഷാൽ പാമ്പാടി രാജ. നിനക്കൊരായിരം സ്വാഗതം. മതജാതി ഭേദങ്ങൾ ഏതുമില്ലാതെ ആഘോഷത്തിന് നിറപ്പകിട്ടേകുന്ന പഴഞ്ഞിക്കാരുടെ ഗജസംഗമ ഭൂമിയിലേക്ക് ഇനിയിത ഗ്രാമർ ബോയ്സ് ജെറുസലേം കൊണ്ടുവരികയാണവനെ. അതെ, പൂരവും പെരുന്നാളും ഓണവും ക്രിസ്മസും ഒന്നുപോലെ ആഘോഷിക്കുന്ന പഴഞ്ഞിക്കാർക്ക് അഭിമാനം പകരുവാനിതാ പട്ടം ചാർത്തി ഗ്ലാമർ ബോയ്സ് ജെറുസലേം കൊണ്ടുവരികയാണവനെ. ഇവൻ ഗജേന്ദ്ര വീരപ്രതാപി മധുരപുരം കണ്ണൻ. സാരഥി സൂരജ് കലവൂരിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഗ്ലാമർ ബോയ്സിന്റെ അഭിമാനമായി കടന്നു വരികയാണ് കണ്ണൻ. കാണാൻ കൊതിച്ച ആവേശങ്ങളെ കരുത്തിന്റെ ഗജപ്രഭ കൊണ്ടടക്കി ഭരിച്ചു ശീലിച്ച കരിവീര കേരളത്തിന്റെ സ്വന്തം കണ്ണൻ. മധുരപ്പുറം എന്ന നാമധേയത്തിന് മലയാള മണ്ണിൽ സ്ഥാനമുണ്ടാക്കി കൊടുത്ത ആ മാതംഗനാഥൻ മാറ്റങ്ങളില്ലാത്ത ആവേശത്തിന് മറുപേര് ചാർത്തിയപ്പോൾ കാലം ആ മണ്ണിലേക്ക് ഇതാ കൊണ്ടുവരികയാണ്. അടങ്ങാത്ത ആവേശങ്ങൾ കൊണ്ടും അലയെടുക്കുന്ന വിസ്മയങ്ങൾ കൊണ്ടും ആന കേരളത്തെ കോരിത്തരിപ്പിച്ച് ഉയര പെരുമ വരികയാണ്. ഓരോ കരിവീരന്മാരും കടന്നു വരുമ്പോൾ ഈ കടന്നു വരുന്ന വേദിക്ക് മുന്നിൽ നിൽക്കുന്നവർ വളരെ അകലം പാലിച്ചു നിൽക്കണമെന്ന് കർശനമായി അറിയിക്കുകയാണ്. എന്നും പറഞ്ഞ പാരമ്പര്യത്തിന്റെ നെടുംതൂണായി പെരുമ്പിലശ്ശേരിയിൽ വാടുന്ന തമ്പുരാന്റെ വരവാണിത്. രചിക്കുവാൻ പോകുന്ന കരുത്തുമായി അവതരിക്കുന്നു കൂട്ടരെ. ആ വീരനായകൻ രാജവീഥികളിൽ രാജാവായി തന്നെ വിലസി പൂരനഗരി അടക്കി ഭരിച്ചതേ രാജഗോപാലൻ. രാജസൂയങ്ങൾ രചിച്ച രാജാക്കന്മാർ പോലും കൈവടങ്ങി നിൽക്കുന്ന അതേ രാജഗോപാലൻ താരരാജാക്കന്മാരുടെ ഇടയിൽ വളർന്ന രാജപ്രൗഢിയോടെ അവതരിക്കുന്നു. ആ രാജഗോപാലൻ ഹൂലിഗൻസ് പഴനിയുടെ അഭിമാനമായി വന്നു ചേരുന്നു. ഗജപത്രം പ്രഗത്ഭനായ ചുട്ടക്കാരൻ പരളി ബാലകൃഷ്ണന്റെ കൈയും പിടിച്ചു വരികയാണ് മക്കളെ. പാരന്നൂരിന്റെ നാമം പഴനിയിൽ പതിവായി മുഴക്കുന്ന കരുത്തുറ്റ താരകം. ആരവങ്ങളെ നെഞ്ചുരിപ്പാക്കി ശീലിക്കുമ്പോഴും അരുമ സൗന്ദര്യത്തിന്റെ ആരോമലായി മാറുന്നവൻ. ആരു കണ്ടാലും നെഞ്ചുലേറ്റുന്ന സൗന്ദര്യ പെരുമയുമായി ആനലോകത്തിന്റെ ഇടനെഞ്ചിൽ തന്റെ നാമം കുറിച്ചിട്ടവൻ. തന്റേതായ കടന്നു വരുമ്പോൾ ഇതാ ഒറ്റ തെങ്ങിന്റെ ആവേശത്തിന് നായകത്വം വഹിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. കാലം മറക്കാത്ത ആവേശത്തിന്റെ നല്ല ഓർമ്മകളെ കൂടെ കൂട്ടിയ മീനാടിന്റെ പ്രിയ സാരഥി വടക്കൻ ബിരുവിന്റെ കയ്യും പിടിച്ചു വരികയാണ്. ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ വഴിത്തട്ടിൽ നിന്നും ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പുമായി മലയാള മണ്ണിലെത്തിയവൻ. എണ്ണം പറഞ്ഞ ഗജരാജ കില്ലാടികളെ മാത്രം മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാലപ്പുറം പച്ചായന്റെ കണക്കുതെറ്റാത്ത കണ്ടത്തിൽ കരുത്തിന്റെ യൗവനകാലത്ത് അക്ഷരനഗരിയുടെ വിരിമാറിൽ ധീരചരിതങ്ങൾ കുറിച്ചു നിന്നവൻ. മറക്കാനാവാത്ത ആവേശങ്ങളിലേക്ക് തലയിൽ തന്റെ ഉടമയും സാരഥിയുമായ ബാബുവേട്ടനോടൊപ്പം ചെത്തല്ലൂരിന്റെ വല്യാന കടന്നു വരികയാണ്. ചെറുതല്ലാത്ത വിജയങ്ങൾ മാത്രം തന്റെ ജീവചരിത്രത്തിൽ ചേർത്തു നിർത്തിയ വീരനായകൻ വരികയാണ്. പോരാട്ടങ്ങൾ തന്റെ ശൈലിയെന്നും നേരിട്ടാൽ വിജയം തനിക്ക് മാത്രമെന്നും പലകുറി തെളിയിച്ചവന്റെ വരവ് പടക്കൊരുങ്ങിയ മണ്ണിലെല്ലാം
പല പല നാടും പാലോടും കടന്ന് ഊട്ടോളിയുടെ പടിവാതിൽക്കൽ അവതരിച്ച ഗജസൂര്യനിതാ വരികയാണ്. ഗാരിസൺ പഴനിയുടെ 3 കൊമ്പന്മാരിൽ ഒരുവനായി വന്നു ചേരുകയാണവൻ. അക്ഷരനഗരി കടന്നു വരുന്ന അഴകിന്റെയും ആണത്തത്തിന്റെയും ആനരൂപവും കൂടെയുണ്ട്. പാലകാപ്യ പ്രതാപി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിയും കാണിച്ചു കൊടുത്തവൻ. 6-ാം വയസ്സിൽ പാമ്പാടിയിലേക്കും അവിടുന്ന് ആയിരങ്ങളുടെ ഇടയിലേക്ക് മുതിച്ച സുന്ദര സിന്ദൂരം ത്രിലോക കേസരി പാമ്പാടി സുന്ദര, നിനക്കൊരായിരം സ്വാഗതം. എണ്ണം പറഞ്ഞ വേദികളിലേക്ക് തന്റെ ചൈത്രയാത്ര തുടരുവാൻ പൂരനഗരിയെ തട്ടകമാക്കി സ്വീകരിച്ചവൻ വടക്കാംചേരിയുടെ വീരപുത്രൻ യുവരാജ ശ്രേഷ്ഠൻ മച്ചാട ശ്രീ അയ്യപ്പ, നിനക്കും നിന്റെ സാരഥിമാർക്കും സ്വാഗതം. കണ്ണിറിയെ കാണാൻ കൊതിക്കുന്ന ഗജസംഗമം ഒരറ്റം മുതൽ മറുഭാഗം വരെ മാതൃക കുലത്തിന്റെ മഹാരഥന്മാർ അണിനിരക്കുന്ന മഹത്തായ ഗജസംഗമം. നാടിന്റെ നാനാം ദേശത്തു നിന്നും വന്നവരെല്ലാം ഒരുമിച്ച് നിന്ന് കാണാൻ കൊതിക്കുമ്പോൾ ഇവിടെ ചരിത്രം കുറിക്കുന്നതും പല നാടും കടന്നു വന്ന ഗജരാജാക്കന്മാർ. ചരിത്രം രചിക്കാൻ മാത്രമല്ല ആവർത്തിക്കാനും വേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ 10-15 കൊല്ലമായി ഇവിടെ തെളിയിക്കുന്ന രാജാധിരാജന്റെ രാജപ്രഭ നിറയുമ്പോൾ വള്ളുവനാടിന്റെ ചൂടും ചൂടും ശിരകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് കൂട്ടരെ. ആവല്യാനെയും ആരുടെ മുന്നിലും നെഞ്ചും വിരിച്ചു നിൽക്കുവാനും ഏതൊരു പ്രതിസന്ധിയെയും നിഷ്പ്രഭമാക്കുവാനും പോന്നവൻ ആ പോന്നവൻ തന്നെ നടിവരയിട്ട് തെളിയിക്കുന്ന ഗജതിലകം ഗജസാമ്രാട്ട് അക്ഷരനഗരി കടന്നു വന്ന പുതുപ്പള്ളിയിലെ സർവാധിപതിയാണ്. വടക്കുള്ളവരുടെയും വള്ളുവനാട്ടുകാരുടെയും പറുദീസയിലേക്ക് തെക്കിന്റെ വില്ലാളി വീരുടെ കന്നഡ രാജാക്കന്മാർ സഖ്യവാരണ വീരൻ മീനാട് വിനായകനും വിശ്വവീര ചക്രവർത്തി വലിയന്നാർക്കാവ് കാളിദാസനും തെക്കിന്റെ ധീര സൗന്ദര്യം പാമ്പാടി സുന്ദരനും മഹാദേവനും കൂടി മധ്യകേരള ഇവിടെ എത്തിച്ചേർന്ന മനോഹരമായ അന്തരീക്ഷമൊരുക്കിയ മുഴുവൻ ആഘോഷപ്രേമികളെയും ഒരിക്കൽ കൂടി പഴനി ഗജസംഗമം എന്നും പ്രൗഢോജ്വലമാക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും മനോഹരമായിരിക്കുകയാണ് ഗജസംഘം. ചരിത്രപരമായ കൂട്ടക്കുളത്തിനുമായി ആഘോഷത്തോടെ ആഘോഷവും
ഞങ്ങൾക്ക് തെളിയിച്ചു വെക്കുന്ന ഓരോ പഴശ്ശിക്കാരത്തേക്ക് വസിക്കുന്നതാണ് നേർച്ചകൾ കാണിച്ചവർ ഒരുക്കി പറമ്പിലുണ്ടാകുന്ന കാഴ്ചകളിലെ കാത്തുവെച്ച ഇന്നാഘോഷമാണ് തുടർന്ന് ഇത്തവണയും ഉയർന്നതുള്ള സമ്മാന പൊതികൾ നീട്ടി നമുക്ക് ആഘോഷിക്കാം. ഈ പെരുന്നാൾ പെരുന്നാൾ ഈ
രണ്ടാമത്തെ